ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തെ RCCയിൽ വന്നിരിക്കുന്ന വാക്കൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള നിയമനമാണ്. പരസ്യം പറയാൻ കൊടുത്തിട്ടുണ്ട്. 4 വാക്കൻസീസ് ആണുള്ളത്. ടെക്നിക്കൽ ഓഫീസറിലാണ് ഈ 4 തസ്തികകൾ വരുന്നത്. സാലറി പ്രതിമാസം 32,000 രൂപയാണ്. ടെക്നിക്കൽ ഓഫീസറിന് പ്രായപരിധി വരുന്നത് 35 വയസ്സ് വരെയാണ്. ഇനി യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സയൻസ് അല്ലെങ്കിൽ പ്രസക്തമായ വിഷയത്തിൽ ബിരുദമാണ്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 5 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പരിചയമായിട്ട് പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തെ വിവരശേഖരണവും പ്രസക്തമായ മേഖലയിൽ ഒരു ആശുപത്രിയിൽ നിന്നുള്ള പരിചയമാണ്. ഇനി ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ആവശ്യമായി വരുന്നില്ല. സെലക്ഷൻ പ്രോസസ് നടക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും. എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈൻ മോഡിലാണ്. അപേക്ഷയും ബയോഡേറ്റയും യഥാക്രമം ഒപ്പിട്ട് ഫിനാൻസ് മാനേജർ, പ്രൊജക്റ്റുകൾ, പ്രൊജക്ട് സെൽ, റീജിയണൽ ക്യാൻസർ സെന്റർ, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 2417 തിരുവനന്തപുരം 695011 എന്ന വിലാസത്തിലോട്ടാണ് അയക്കേണ്ടത്. അപ്ലൈ ചെയ്യുന്ന അപേക്ഷയിൽ പരസ്യ നമ്പർ, തീയതി എന്നിവ സൂചിപ്പിക്കണം. കൂടാതെ പ്രസക്തമായ വ്യക്തിഗത വിശദാംശങ്ങൾ, അതായത് പേര്, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പരിശീലനം, എക്സ്പീരിയൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും വെക്കണം. ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ, അതായത് ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ സൂചിപ്പിച്ചിരിക്കണം. പ്രസക്തമായ സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, അടയാളം എന്നിവ അറ്റാച്ച് ചെയ്തിരിക്കണം. ഷീറ്റുകൾ അറ്റാച്ച് ചെയ്യുകയും ഏറ്റവും പുതിയ ഫോട്ടോയുടെ ഒരു പകർപ്പ് അപേക്ഷയിൽ ഒട്ടിക്കുകയും വേണം. ഇനി പ്രധാനപ്പെട്ട തീയതികൾ ഒന്നും കൂടെ പറയാം. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 13-ാം തീയതി ആണെങ്കിലും അവസാനിക്കുന്നത് ഡിസംബർ 27-ാം തീയതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. മറ്റുള്ളവരിലേക്കും വീഡിയോ ഒക്കെ എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം.